നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കാത്തിരുന്ന വിധി എഴുതി കേരളം. വൻ അട്ടിമറി സൂചന നൽകി പോളിംഗ് ശതമാനത്തിൽ 2019 വളരെയധികം കുറവ്. വോട്ടർമാരുടെ മനസ്സിൽ എന്തായിരുന്നു? LDFും UDFും BJPയും പറഞ്ഞതൊക്കെ കേട്ട ശേഷം സമ്മതിദായകർ എന്ത് പരിഗണിച്ചാണ് ഒടുവിൽ വിധി എഴുതിയത്? LDF പറഞ്ഞതുപോലെ പൗരത്വ ഭേദഗതി നിയമം പോലെ കേന്ദ്രം ഭരണഘടനയെ തുലാസിൽ നിർത്തി നടപ്പിലാക്കിയ നിയമങ്ങളും ഫെഡറൽ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി മുന്നോട്ട് പോയതും വോട്ടർമാർ വിലയിരുത്തിയോ? അതോ UDF പറഞ്ഞതുപോലെ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനേക്കാൾ പിണറായി വിജയൻ എന്ന ഒറ്റയാളെ ചൂണ്ടി എല്ലാത്തിനും ഉത്തരവാദി ഇയാളാണെന്ന് ജനം കണ്ടോ? അതോ മോദി ഗ്യാരണ്ടിയിൽ എല്ലാം മറന്ന് ജനം താമരയ്ക്ക് കുത്തിയോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, BJP വക്താവ് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് എന്നിവർ. ഏറ്റവും ആദ്യം വസന്ത് സിറിയക്കിലേക്കാണ് പോകുന്നത്. വസന്ത് സിറിയക്ക്, UDFന് ഇപ്പോൾ എന്താണ് പ്രതീക്ഷ? എല്ലാം ഇപ്പോൾ വോട്ടിംഗ് മെഷീനിലായി കഴിഞ്ഞിരിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ചില ബൂത്തുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകാനുണ്ട് എന്ന വിവരങ്ങളുണ്ടെങ്കിലും വോട്ടിംഗ് ശതമാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2019 അപേക്ഷിച്ച് വലിയ കുറവാണ് ഉണ്ടാകുന്നത് എന്നാണ്. എന്ത് സൂചനയാണ്, എന്ത് പ്രതീക്ഷയാണ് UDFനുള്ളത്? ഡോക്ടർ ലാൽ, ഞങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിലാണുള്ളത്. ഞങ്ങൾ പറഞ്ഞ വിവിധ വിഷയങ്ങൾ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട ഞങ്ങൾ പറഞ്ഞ വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിന്റെ പൊതുജനം മുഴുവൻ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ, പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു കാര്യം ഈ ആന്റി ഇൻകംബൻസി ഉണ്ടല്ലോ, ആ ആന്റി ഇൻകംബൻസി കാരണം, കേന്ദ്രത്തിനെതിരായ ആന്റി ഇൻകംബൻസി കാരണം ചില BJP പ്രവർത്തകർ അവർ തീരുമാനിക്കുന്നു ഞങ്ങൾ ആർക്കും കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അരിവാൾ ചുറ്റികയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ വിഷയം ഇപ്പൊ വടകര എടുത്തു നോക്കൂ, അവിടെയും വോട്ടിംഗ് ഷെയർ കുറവാണ്. അപ്പോ ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനം ചലിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും വോട്ടിംഗ് ഷെയർ ശതമാനം കുറഞ്ഞു വരുന്നത് ചില അടിയുറച്ച പാർട്ടി പ്രവർത്തകർ, CPM പ്രവർത്തകർ അടക്കമുള്ളവർ ഈ ആന്റി ഇൻകംബൻസി അവരുടെ മനസ്സിലുണ്ട്, എന്നാൽ മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ വെളിയിൽ ഇറങ്ങി വന്ന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഈ 6:30 വരെ എന്റെ പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ അവിടെ കണ്ടത് ഒരു പൊതുജനം, സാധാരണയായി വോട്ട് ചെയ്യാൻ വന്നിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ സാധാരണയായി വോട്ട് ചെയ്യാൻ വിമുഖത പ്രകടിപ്പിച്ചിരുന്നവർ, അവരൊക്കെ, പ്രത്യേകിച്ച് ഒരു വലിയ യൂത്ത് പോപ്പുലേഷൻ, ആ പോപ്പുലേഷൻ വളരെ കൃത്യമായി എവിടേക്ക് എത്തുന്നു? പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് തങ്ങളുടെ വോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞ വിവിധ വിഷയങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുക്കം രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി പോയിട്ടൊരു പഞ്ചായത്ത് അംഗം പോലും പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ, അവരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പച്ചയ്ക്ക് വർഗീയത പ്രസംഗിക്കുകയാണ് മോദി. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞു. ഇന്ന് UP യിൽ പോലും പോളിംഗ് ശതമാനം കുറവാണ്. പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞപ്പോൾ ഒരു ഹൈ പവർ പ്രചരണം, മോദി ഗ്യാരണ്ടി, മോദി കാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ഹൈ പവർ പ്രചരണം ഏറ്റിട്ടില്ല എന്ന് BJP ക്യാമ്പിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മനസ്സിലായതിന്റെ ഭാഗമായാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഏതൊക്കെ രീതിയിൽ വർഗീയത പറയാമോ ആ ഒക്കെ രീതിയിൽ മോദി നേരിട്ടിറങ്ങി പച്ചയ്ക്ക് വർഗീയത പറയാൻ ഡോക്ടർ ലാലങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമല്ലോ. പക്ഷെ മോദിയിൽ നിന്ന് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അവിടുത്തെ ശിശുമരണ നിരക്ക് വർദ്ധിക്കുന്നു എന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ എന്താ കുട്ടികളെ ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങണോ എന്നാണ് മോദി ചോദിക്കുന്നത്. അന്ന് അവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ JM ലിന്തോയാണ്. JM ലിന്തോയെ ജെയിംസ് മൈക്കിൾ ലിന്തോ എന്ന് വിളിച്ച് അപമാനിക്കുകയും അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് അയാൾ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് അവിടുത്തെ ഹിന്ദു മഹാഭൂരിപക്ഷത്തിന് മനസ്സിലാവുകയുള്ളൂ എന്നതുകൊണ്ട് ജെയിംസ് മൈക്കിൾ ലിന്തോയും സോണിയാഗാന്ധിയും പള്ളിയിൽ വെച്ച് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു നടന്ന ആളാണ് നരേന്ദ്രമോദി. മോദിയിൽ നിന്ന് നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
അവർ വളരെ കൃത്യമായി മോദി മീഡിയ എങ്ങനെയാണോ മോദി മീഡിയ ആയി മാറിയത്, അതുപോലെ ഇലക്ഷൻ ഏജൻസി, ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായി മാറിയിരിക്കുന്നു? മോദിയുടെ കമ്മീഷനായി മാറിയിരിക്കുന്നു. മോദിക്ക് വേണ്ടി വിട്ടുപണി ചെയ്യുന്നവരായി അവർ മാറി എന്നതിന്റെ തെളിവാണ്. ഏറ്റവും ഒടുക്കം സുപ്രീം കോടതിയിൽ വിവിധ ഹർജികൾ വരുന്നു. കോൺഗ്രസ് നേരിട്ട് 1.5 ലക്ഷത്തോളം പരാതികൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതിന് ഒടുക്കമാണ് രക്ഷയില്ലാതെ. അപ്പോഴും അവിടെ ഒരു ബാലൻസിങ് നടത്തി രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയക്കുകയാണ്. ഒരു നോട്ടീസ് അയച്ചുകൊണ്ട് അവരൊരു ബാലൻസിങ് നടത്തുന്നത്. അതടക്കമുള്ള വിവിധ വിഷയങ്ങൾ സ്വാഭാവികമായും പൊതുജനം വസന്ത്, ഞാൻ ഒന്നിടപെടുന്നത് ഇതൊക്കെ പൊതുവെ രാജ്യത്ത് ചർച്ച ചെയ്യുന്ന കോൺഗ്രസിന്റെ വാദങ്ങൾ ആണ്. പ്രതിപക്ഷവും ഇതിൽ പലതിനോടൊപ്പം തന്നെയുണ്ട്. ഇന്ത്യ മുന്നണി തന്നെ ഇതിനെ പലതിനെയും അംഗീകരിക്കുന്ന കാര്യങ്ങളുമാണ് എന്നുള്ളതിരിക്കെ ഞാൻ കേരളത്തിൻ്റെ പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. കേരളം ഇപ്പോൾ 70% പോളിംഗിലേക്ക് ഔദ്യോഗികമായി എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏറ്റവും അവസാനം ഇനിയിപ്പോൾ എത്ര കൂടിയാലും അതൊരു വലിയ വർധനവിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ തവണത്തെ ഒരു 77.7% എത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ ആവേശം വോട്ടർമാർക്ക് ഇത്തവണ ഇല്ലാതെ പോയോ എങ്കിൽ അതിന് എന്താണ് കാരണം? വിധിയിലും ആ ആവേശക്കുറവ് കാണാൻ ആകുമോ? അല്ല ഡോക്ടർ ലാൽ, അങ്ങ് എത്രയോ തെരഞ്ഞെടുപ്പ് സർവേകൾ നടത്തിയിട്ടുള്ള, അതിനെ വിശകലനം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്, അങ്ങേക്ക് മനസ്സിലാവാത്തതല്ലോ. അതായത് ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്. ആ ആന്റി ഇൻകംബൻസിക്ക് ഉണ്ടായത് ഒരു റിവേഴ്സ് എഫക്റ്റ് ആണ് എന്നുള്ളതാണ്. ആ റിവേഴ്സ് എഫക്റ്റ്, ഈ ആന്റി ഇൻകംബൻസി ഏത് പാർട്ടിയുടെയാണോ, സംസ്ഥാനത്തത് CPM-ന്റെ ആണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? CPM പ്രവർത്തകർ, അടിയുറച്ച ചില CPM പ്രവർത്തകർ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ല. എന്റെ ബൂത്തിലടക്കം എത്രയോ CPM പ്രവർത്തകർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല, ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല. അതായത് ഒരു 7-8% വോട്ട്, ഒരു 1% എന്ന് പറഞ്ഞാൽ എത്ര വോട്ടാണെന്നൊക്കെ വസന്തനെ പോലെ ഒരാളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. ഒരു 7-8% വോട്ടുകൾ CPM-ന്റെ വോട്ടുകളായി തന്നെ കുറഞ്ഞ് മാറി അവർ വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കുകയാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അത് മാത്രമല്ലെന്നേ, അതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇവിടെ നിന്നൊരു ജനറേഷൻ ഷിഫ്റ്റ് വളരെ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. UK അടക്കം കാനഡ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് വലിയൊരു ജനറേഷൻ ഷിഫ്റ്റ് അതുണ്ടായിട്ടുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം, അതായത് 2019 2021 കഴിഞ്ഞ് പെട്ടെന്നൊരു തലമുറ ഇവിടെ ഉണ്ടായി അങ്ങ് ഷിഫ്റ്റ് ആയി എന്നാണോ പറയുന്നത്? അല്ലല്ല, 5 വർഷത്തിനിടയിൽ എത്രയോ പേർ രാജ്യം വിട്ടു പോയിരിക്കുന്നു. വിവിധ ഏജൻസികളുടെ കണക്കുണ്ട്. 30 ലക്ഷം പേരാണ് രാജ്യം വിട്ട് തന്നെ പോയിരിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം കേരളത്തിൽ നിന്ന് രാജ്യം വിട്ടു പോയിട്ടുള്ളവരാണ്, രാജ്യം വിട്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ളവരാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഈ 7% എത്തപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വലിയ അതിശയോക്തിയാണ് അഡ്വക്കേറ്റ് വസന്ത്. അതൊരു 1% എന്ന് പറയുന്ന വോട്ട് തന്നെ എത്രമാത്രം വരും എന്നുള്ളത് ഞാൻ താങ്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ CPM-കാർ മാറി നിൽക്കുകയും ബാക്കിയുള്ളവരൊക്കെ വിദേശത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ടാണ് 2019 അപേക്ഷിച്ച് ഇപ്പോൾ ഇത്ര ശതമാനം കുറവ് വരുന്നത്. ബാക്കിയെല്ലാം പഴയതുപോലെയാണ്. അതുകൊണ്ട് 2019 അതേ വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിലുള്ളത്. ഞാൻ വരാം വസന്ത് സിറിയക്ക്. ഡോക്ടർ VPP മുസ്തഫ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അത്രയും ആവേശത്തോടു കൂടിയുള്ളൊരു പ്രചരണ കോലാഹലമൊന്നും ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പിനും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ എന്നു മുതൽ തുടങ്ങിയതാണ് ഈ ക്യാമ്പയിൻ എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതാ ഏറ്റവും ഒടുവിൽ കണക്കുകൾ, പോളിംഗ് ശതമാനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്താണ് പ്രതീക്ഷ? അല്ല, പോളിംഗ് ശതമാനത്തിലെ നിലവാരത്തെ മാത്രം അടിസ്ഥാനമാക്കി ഏതെങ്കിലും തരത്തിലുള്ള ജയപരാജയങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി കഴിയില്ല. വളരെ മുമ്പ് നമുക്കത് സാധ്യമായിരുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കൂടുമ്പോൾ അത് ഇന്ന മുന്നണിക്ക് അനുകൂലമാണ്, പോളിംഗ് ശതമാനം കുറയുമ്പോൾ അത് മറ്റേ മുന്നണിക്ക് അനുകൂലമാണ് എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞൊരു കാൽനൂറ്റാണ്ടിലെ അനുഭവത്തിനിടയിൽ അങ്ങനെ മാത്രം വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത് മുന്നണികളുടെ ജയപരാജയങ്ങളെ വിലയിരുത്താനുള്ള ഘടകമാവില്ല. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച തരത്തിലേക്ക് പോളിംഗ് വന്നിട്ടില്ല. പക്ഷെ അത് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ കാനഡയിലേക്കുള്ള കുടിയേറ്റമാണ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ പോയത് കൊണ്ടാണ് എന്ന് പറയുന്നത് വസ്തുതാപരമല്ല. ഒന്ന്, കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട്. ഈ അത്യന്തം ഗുരുതരമായിട്ടുള്ള ഉഷ്ണ തരംഗം അത് ആളുകളെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനും ഈ വെയിലിൽ പോയി ഉഷ്ണം സഹിച്ച് ക്യൂലൊക്കെ നിൽക്കുന്നതിനുള്ള പ്രയാസം. കാരണം
രാവിലെ മുതൽ തന്നെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ എല്ലാ ബൂത്തുകൾക്ക് മുന്നിലും നീണ്ട ക്യൂ ആയിരുന്നു. ഈ നീണ്ട ക്യൂ എന്ന് ഏതാണ്ട് 2-3 മണിവരെയും എല്ലാ മാധ്യമങ്ങളിലൂടെയും തുടർച്ചയായി പ്രചരണം വന്നപ്പോൾ വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ് ബൂത്തുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചവരെ അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകണം. ഒരു കാരണം അത് തന്നെയാകാം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഞാൻ സംസ്ഥാനത്തെ ആകെ പ്രവണത എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നാൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെയും കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെയും മണ്ഡലം അസംബ്ലി മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് ശതമാനം നോക്കിയപ്പോൾ UDF വലിയ സാധ്യതയുള്ള, UDF നല്ല ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലാണ് പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുള്ളത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം തന്നെ എടുത്തു കഴിഞ്ഞാൽ UDF വൻതോതിൽ വോട്ടുകൾ വരേണ്ട മഞ്ചേശ്വരം, കാസർഗോഡ് അസംബ്ലി മണ്ഡലങ്ങളിൽ പോളിംഗിൽ വലിയ കുറവാണ് വന്നിട്ടുള്ളത്. അതേസമയം ഇടതുപക്ഷത്തിന് നല്ല ഭൂരിപക്ഷം നൽകുന്ന പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിലൊക്കെ ഉയർന്ന പോളിംഗിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സൂക്ഷ്മമായിട്ട് കൂടി വിലയിരുത്തുമ്പോഴാണ് എവിടെയാണ് പോളിംഗിലെ കുറവും പ്രയാസകരമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കുറെ കൂടി വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. പൊതുവിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിലെ ഈ പ്രചരണം കേരളത്തിൽ പ്രത്യേകമായിട്ട് തന്നെ വന്നല്ലോ. ഇന്നത്തെ ഈ ഫാഷിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കണം, ആ ഒരു തലത്തിലേക്കുള്ള പോളിംഗ് നിലവാരം വന്നു. ഇപ്പൊ പൊന്നാനി നമ്മൾ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നതാണല്ലോ. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ കേന്ദ്രത്തിലെ ഈ നിലവിലുള്ള ഭരണ സംവിധാനത്തെ കുറിച്ച് വലിയ ആശങ്കയുണ്ടല്ലോ. എന്നാൽ പൊന്നാനിയിൽ നേരത്തെയും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പോളിംഗ് കുറവാണ് അവരുടെ. പക്ഷെ ഇത്തവണ പതിവ് പോലെ തന്നെ അവര് ഏറ്റവും പുറകിൽ നിൽക്കുകയാണ്. ഇത്തരം ആകെ പ്രശ്നങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് വേണം പോളിംഗ് ശതമാനത്തിലെ ഈ കുറവ് വന്നതിനെ വിലയിരുത്താൻ. ഇപ്പോ LDF ജനങ്ങളോട് പറഞ്ഞത് ഏത് രീതിയിലാണ് ജനങ്ങൾ എടുത്തിട്ടുണ്ടാകുക എന്നാണ് ഇപ്പോൾ ഈ അവസാനം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഒരു ഘട്ടത്തിൽ LDF ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇവിടെ പ്രകടമായിട്ട് മുന്നിൽ വന്നിട്ടുള്ള ഒന്നെന്താ, ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേവലമായിട്ട് 5 വർഷത്തേക്കുള്ള ഒരു ഗവൺമെന്റിനെ നിശ്ചയിക്കാനുള്ള ഒന്നല്ല, അല്ലെങ്കിൽ ഒരു ലോക്സഭ രൂപീകരിക്കുന്ന ഒന്നല്ല. നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പേ നടന്ന 17 തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് കേവലമായി അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ ഒരു പാർലമെന്ററി വേദിയോ രൂപീകരിക്കുന്ന ഒന്നല്ല. ഇത് ഇന്ത്യയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ ഭരണഘടന, അതിന്റെ മൂല്യങ്ങൾ, ഇതിനെ സംരക്ഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷം ആണ് ഈ ആശയം ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് വെച്ചത്. അത് പൊതുവിൽ കേരളീയ സമൂഹം സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ വലതുപക്ഷം ശ്രമിച്ചത് എന്താ? പ്രത്യേകിച്ച് UDF-ഉം BJP-യും അവരെ സഹായിക്കുന്ന മാധ്യമങ്ങളും ശ്രമിച്ചത് എന്താ? ഇത് രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന അത്യന്തം ഗൗരവമായ സാഹചര്യത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് പോലും കേരളത്തിലെ LDF സർക്കാരിനെതിരായിട്ട്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്താണോ ഇത്? സംസ്ഥാന സർക്കാരിനെ ബാധിക്കുമോ? അങ്ങനെ പിണറായിക്ക് ചുറ്റും വന്നു കെട്ടാനാണ് UDF-ഉം BJP-യും അവരെ പിന്തുണക്കുന്ന ഒരുപറ്റം മാധ്യമങ്ങളും ശ്രമിച്ചത്. പക്ഷേ അത് ഏശിയില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഇടത് വിരുദ്ധ തരംഗമോ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകംബസിയോ പൊതുവിൽ കേരളത്തിൽ എവിടെയും ദൃശ്യമായില്ല. അവർ കൊണ്ടുപിടിച്ച് ശ്രമിച്ചു അത്തരം ഒരു പ്രചരണത്തിന്, പക്ഷെ അത് കേരളത്തിൽ എവിടെയും അങ്ങനെ ദൃശ്യമായില്ല. കേരളം വളരെ സാഹൂതം, നല്ല ജാഗ്രതയോടുകൂടി കേരളീയ സമൂഹം മതനിരപേക്ഷ സമൂഹമാണ് കേരളീയർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റെടുത്തത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള, പ്രത്യേകിച്ച് മോഡിയുടെ ഈ ഫാഷിസ്റ്റ് വഴിയിലേക്കുള്ള ഈ പ്രയാണത്തിന് ഒരു ബ്ലോക്ക് ഇടുക എന്നുള്ളത് തന്നെയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, BJP കേരളത്തിൽ ഇത്തവണ മോദിയെ ആണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഇത്തവണ എല്ലാ മണ്ഡലത്തിലും മോദിയാണ് മത്സരിച്ചത്. ആ നിലയ്ക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. ഇനി ഇത്തവണ ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇല്ല എന്ന തരത്തിലായിരുന്നു BJP-യുടെ ഒരു പ്രചരണ രീതി കൂടി. ആ നിലയ്ക്ക് BJP പ്രതീക്ഷിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? പോളിംഗ് ശതമാനവും കൂടി കണക്കിലെടുക്കുമ്പോൾ എന്താണ് BJP-യുടെ പ്രതീക്ഷ? ഡോക്ടർ ലാൽ, ഏത് മുന്നണിയെ സംബന്ധിച്ചാണെങ്കിലും ഏത് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ നേതൃത്വം കൊടുക്കുന്ന പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് സാധാരണ നിലക്ക് ഒരു രാഷ്ട്രീയ പ്രചരണം എന്നുള്ള നിലക്ക് നടക്കുന്നത്.
ആ നിലക്ക് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രചരണവും അതോടൊപ്പം തന്നെ ദേശീയ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള പ്രവർത്തനവും അത് വിജയം കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. പിന്നെ അങ്ങ് ചോദിച്ച വോട്ട് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാന കണക്കുകൾ പുറത്തു വന്നിട്ടില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ 1-2 ശതമാനത്തിന്റെ വ്യത്യാസങ്ങൾ വരാം. വോട്ടിംഗ് ശതമാനം കൂടുകയോ കുറയുകയോ ചെയ്യുക എന്നുള്ളതല്ല, വോട്ട് ചെയ്ത ആളുകൾ ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ ഒരു ശതമാനം കൂടി, 2 ശതമാനം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ഈ തവണത്തെ വോട്ടുമായി അതിന് യാതൊരു ബന്ധവും കാണേണ്ടതില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ തവണയുമായി അല്ലെങ്കിൽ അതിന് മുൻപുള്ള തവണകളുമായി വോട്ടിംഗ് ശതമാനത്തെ തുലനം ചെയ്ത ഒരു സാഹചര്യം വിലയിരുത്താനാണെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അനുഭാവമില്ലായ്മ കാണിക്കുന്ന ആളുകൾ ഒരു പക്ഷെ വോട്ട് ചെയ്യാൻ വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ കുറച്ച് പെർസെന്റേജുകൾ പല സ്ഥലങ്ങളിലും കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സർക്കാർ തിരിച്ചു വരും എന്ന് കേരളത്തിൽ നടത്തിയ വലിയ പ്രചരണമുണ്ട്. ആ വലിയ പ്രചരണത്തെ താഴെത്തട്ടിലുള്ള പല ആളുകളും, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിശ്വസിച്ചു പോയിരുന്നു കഴിഞ്ഞ തവണ. ഈ തവണ ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല, അങ്ങനെ ഒരു ധാരണയെ ആളുകൾക്ക്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, അതായത് ഈ സംസ്ഥാന സർക്കാരിനോട് താല്പര്യമില്ലാത്ത ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യാൻ വന്നവരൊക്കെ താല്പര്യമുള്ളവരായിരിക്കും എന്നാണല്ലോ താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം. താല്പര്യമില്ലാത്തവർ വന്നിട്ടുണ്ടാവില്ല, വന്നവരിലപ്പോൾ നല്ല ശതമാനം സർക്കാരിനോട് താല്പര്യമുള്ളവരാണ് വന്നതെന്നാണോ താങ്കൾ വിലയിരുത്തുന്നത്? ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിലല്ലല്ലോ ഞാനതിനെ കണ്ടത്. അതായത് ഏതെങ്കിലും തരത്തിൽ ആളുകൾ ആ തരത്തിൽ സംസ്ഥാന സർക്കാരിനോട് അനുഭാവം പ്രകടിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ള ആളുകൾ ഒരു പക്ഷേ വോട്ട് ചെയ്യാൻ വരാതിരിക്കാം. ഞാൻ അതിനൊരു കുറ്റമോ കുറവോ എന്നുള്ള നിലക്കല്ല ഞാൻ എന്റെ വിലയിരുത്തൽ നടത്തിയത്. അതിനുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കോൺഗ്രസിന് അനുകൂലമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം ഉണ്ടായിരുന്ന ഒരു കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രതീതി അത് ഈ തവണ ഇല്ല എന്നുള്ളത് തുടക്കം മുതൽ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം അടക്കം ചിഹ്നവും കൊടിയും വെച്ച് കൊടി വെച്ച് ഒരു പ്രകടനം നടത്താൻ പോലും വിസമ്മതിക്കുന്ന നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സംവിധാനത്തിലേക്ക് കോൺഗ്രസ് മാറി വയനാട്ടിൽ. എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ അണികൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുമോ? അപ്പൊ സ്വാഭാവികമായി UDF-നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി അവർ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായും രാജ്യത്ത് ഇപ്പൊ കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട്. അതായത് കോൺഗ്രസ് തിരിച്ചു വരുമെന്നുള്ള ഏതെങ്കിലും ഒരു പ്രതീക്ഷ 2019 വച്ചു പുലർത്തിയിരുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഒരിക്കലും ഇനി സംഭവിക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ ഒരു പക്ഷേ വരാതിരിക്കാം, അതിന് തെറ്റൊന്നും കാണേണ്ടതില്ല. അത് BJP-യുടെ തെരഞ്ഞെടുപ്പ് പെർസെന്റേജിനെ സംബന്ധിച്ചോ BJP-യുടെ വോട്ടിങ്ങിനെ സംബന്ധിച്ചോ അതൊന്നും ബാധിക്കുന്നതല്ല. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഒരു വിലയിരുത്തൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ, ഗവൺമെന്റ് മുന്നോട്ട് വച്ചിട്ടുള്ള വികസന പദ്ധതികൾ, കേരള സംസ്ഥാനത്തോട് ചെയ്തിട്ടുള്ള വികസന പദ്ധതികൾ, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്, അതെല്ലാം ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. രണ്ട് മുന്നണികളും നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ഗവൺമെന്റിനെ പിന്തുണക്കാൻ ആളുണ്ടാകണം, MP-മാരുണ്ടാകണം എന്നുള്ള ഒരു പൊതുധാരണ സാധാരണക്കാരായിട്ട് ആളുകളിലുണ്ട്. ആ ആളുകൾ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മണ്ഡലങ്ങളെല്ലാം വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. ഒരു സംശയവും ഞങ്ങൾക്ക് അക്കാര്യത്തിലില്ല. ശരി, അപ്പോൾ ഈ രണ്ടാം റൗണ്ട് ഞാൻ താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. അപ്പോൾ താങ്കൾക്ക് അല്ലെങ്കിൽ BJP-ക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്നാണ് കരുതുന്നത് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം തൃശ്ശൂരാണല്ലോ. സുരേഷ് ഗോപി അങ്ങ് എടുക്കാൻ വെച്ചിരിക്കുന്ന മണ്ഡലമാണല്ലോ. പിന്നെ ഒന്ന് തിരുവനന്തപുരമാണ് നിങ്ങൾ കണക്കുകൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ടാമത്തെ മണ്ഡലം. ഇത് രണ്ടും ആണോ? 10 നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ 10 മണ്ഡലങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ 2 മണ്ഡലങ്ങളാണോ കൃഷ്ണദാസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്? BJP 20 മണ്ഡലങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ 20 സീറ്റിലും ജയിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് കേരളത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടിയുടെ വിലയിരുത്തൽ സ്വാഭാവികമായി സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്തൊക്കെ കൂടുതലൊരു എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട ആവശ്യം എന്നെ സംബന്ധിച്ചില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ സെറ്റ് ബാക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം,
ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വിശിഷ്യ CPM-നെ സംബന്ധിച്ച് അവരുടെ ചിഹ്നം നിലനിർത്തുക, ദേശീയ പാർട്ടി എന്നുള്ള പദവി നിലനിർത്തുക എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ തെരഞ്ഞെടുപ്പ്. മറ്റൊന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ആകെയുള്ള MP-മാരുടെ ഏകദേശം 38-40% MP-മാരെ പ്രദാനം ചെയ്യുന്നത് കേരളമാണ്. ഈ തവണ അത് ഉണ്ടാകില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടായാൽ സ്വാഭാവികമായും കോൺഗ്രസിന്റെ പാർലമെന്റിലെ സ്ഥിതി എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും, ഇനി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിലും, അതെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് അവർ വലിയ വില നൽകേണ്ട ഒരു സാഹചര്യമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം നമ്മൾ ജൂൺ 4-ാം തീയതിയോ ജൂൺ 5-ാം തീയതിയോ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഇതിൽ UDF-നെ സംബന്ധിച്ചാണെങ്കിലും LDF-നെ സംബന്ധിച്ചാണെങ്കിലും ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ പെർസെന്റേജിന്റെ കുറവ് എന്ന് നാം ഇന്ന് വിലയിരുത്തുന്ന വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ള വിഷയങ്ങൾ, ഇത് രണ്ട് മുന്നണികളെ സംബന്ധിച്ച് ജൂൺ 5-ാം തീയതി വരുമ്പോൾ ഉറക്കെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിന്റെ സൂചനകളാണ് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പോലും ചർച്ചയായി വന്നിട്ടുള്ളത്. UDF-ന്റെയും LDF-ന്റെയും എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവരെല്ലാം BJP-ക്ക് അനുകൂലമായ നിലപാടുകൾ, പ്രത്യേകിച്ച് BJP-യുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് LDF-ന്റെ കൺവീനർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ BJP-യോടുള്ള നിലപാടുകൾ, UDF-ന്റെ പല നേതാക്കന്മാർക്കും, മുൻകാലത്തെ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, അവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ, ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ, അവരെല്ലാം BJP മുന്നോട്ട് അക്കാര്യത്തെ കുറിച്ച് ഡോക്ടർ മുസ്തഫ പറയട്ടെ. പക്ഷെ അപ്പോഴും കൃഷ്ണദാസ്, എനിക്കൊരു കാര്യം തോന്നുന്നത്, ഈ കൺവീനറെ കുറിച്ച് പറഞ്ഞല്ലോ, ശ്രീ P ജയരാജനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ പ്രകാശ് ജാവ്ദേക്കർ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടതിനെ കുറിച്ചാണ് ഞാൻ കണ്ട വാർത്ത. അല്ലാതെ പ്രകാശ് ജാവ്ദേക്കറുടെ വീട്ടിലേക്ക് P ജയരാജൻ പോയതിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ എന്തായാലും അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ഡോക്ടർ മുസ്തഫ, ഇതിനൊരു മറുപടി വേണ്ടതുണ്ട്. അത് കൂടാതെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന, CPM പറഞ്ഞിരിക്കുന്നത് BJP 2-ാം സ്ഥാനത്ത് പോലും സംസ്ഥാനത്ത് വരാൻ പോകുന്നില്ല എന്നിടത്താണിപ്പോൾ കൃഷ്ണദാസ് ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും പ്രതീക്ഷ വച്ച് പുലർത്തുന്നത്. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുകൂടാതെ കേരള വിരുദ്ധ നിലപാട് കൈക്കൊണ്ടവർക്കുള്ള ശക്തമായ മറുപടിയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ന് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ കൂടി പറഞ്ഞിട്ടുണ്ട്. അത് UDF-ന് കൂടിയുള്ള താക്കീതാണല്ലോ. അതൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കുക? തീർച്ചയായിട്ടും കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്രീകരിച്ചിട്ടാണ് വലതുപക്ഷത്തിന്റെ പ്രചരണങ്ങളെല്ലാം ഉണ്ടായതെങ്കിൽ പോലും ഇടതുപക്ഷം മുന്നോട്ട് വെച്ച നിലപാടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായ 2004 ആവർത്തിക്കുന്ന ഒരു റിസൾട്ടായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ ഏറ്റവും ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷം ജയിച്ചു വരും. അതിനുള്ള ഒരു അന്തരീക്ഷമാണ് കേരളം. ആ നിലയിലാണ് ഇന്ന് വോട്ടിംഗിന്റെ ഒരു സ്വഭാവം, ജനങ്ങളുടെ ഒരു മനോഭാവം, അവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അത് അത്രത്തോളം തന്നെ ഇടതുപക്ഷത്തിന് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. കാരണം ഇടതുപക്ഷം നാളെ പ്രധാനമന്ത്രിയാകുമോ, ഇടതുപക്ഷം കേന്ദ്രത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുമോ, ഇടതുപക്ഷത്തിന്റെ ചിഹ്നം കാക്കണമോ, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും കൃഷ്ണദാസ് ഒക്കെ പറയുന്നത്. CPIM-നും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പ് ജനങ്ങളുടെ പിന്തുണയെ ആശ്രയിച്ചിട്ടാണ്. അത് കേവലം ഏതെങ്കിലും ഒരു സംസ്ഥാന പദവിയുണ്ടോ, ദേശീയ പദവിയുണ്ടോ എന്നതിനെ നോക്കിയിട്ടല്ല. ഇടതുപക്ഷം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി, സാധാരണ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാലത്തോളം, ആ ജനങ്ങളുടെ പിന്തുണയുള്ള കാലത്തോളം ഞങ്ങൾ ഉണ്ടാകും. ജനങ്ങൾക്കിടയിൽ ഞങ്ങളുടെ അംഗീകാരം ഉണ്ടാകും. അതിനെ സംസ്ഥാന പദവിയോ ദേശീയ പദവിയോ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സുമായിട്ട് മാത്രം വെച്ചുകെട്ടേണ്ട കാര്യമില്ല. കൃഷ്ണദാസ് ഉൾപ്പെടെ കാണേണ്ട കാര്യം എന്താ? നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തെ അനുഭവം എന്താ? ഞങ്ങളുടെ പാർലമെന്റിൽ CPIM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും സ്വാധീനം ഏറ്റവും ദുർബലമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പാർലമെന്റ് അംഗത്വമേ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരെ, BJP-യുടെ ഫാഷിസത്തിനെതിരെ ഉയർന്നു വന്ന എല്ലാ പ്രക്ഷോഭങ്ങളുടെയും മുൻനിരയിൽ ഞങ്ങളല്ലേ ഉണ്ടായത്. 10 വർഷമായിട്ട് രാജ്യത്ത് നടക്കുന്ന തൊഴിലാളികളുടെ സമരങ്ങൾ, സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നണിയുടെ ഏറ്റവും മുൻപിൽ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളല്ലേ ഉള്ളത്. 2 വർഷമായി ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന കർഷക സമരങ്ങൾ, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഇവിടെ നിന്നൊക്കെയുള്ള കർഷകരുടെ സമരം. കർഷക സമരത്തിന്റെ മുന്നിൽ 400ഓളം സംഘടനകളുണ്ട്. സംയുക്ത കിസാൻ മോർച്ച, അതിൽ ഈ എല്ലാ സംഘടനകളുടെയും കൊടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ട് തന്നെ കിസാൻ സഭകളുടെ, ഇടതുപക്ഷ കർഷക സംഘടനകളുടെ കൊടികളുണ്ട്. അവിടെ നിങ്ങൾ നോക്കൂ, പാർലമെന്റിന്റെ അകത്ത് നോക്കിയിട്ടാണ് ഇതൊക്കെ. മഹാരാഷ്ട്രയിൽ ഞങ്ങൾക്ക് ആകെ ഒരു MLA ഉള്ളൂ. പക്ഷേ നാഗ്പൂരിൽ നിന്ന്, നാസിക്കിൽ നിന്ന്
ബോംബെയിലേക്ക് നടന്ന കിസാൻ ലോങ് മാർച്ച്, 10,000-കണക്കിന് കർഷകർ പങ്കെടുത്ത ലോങ് മാർച്ച്, അതിൽ ഒരൊറ്റ പതാകയെ ഉണ്ടായിരുന്നുള്ളൂ. അത് അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത കർഷക സംഘടനയുടെ പതാകയായിരുന്നു, ഇടതുപക്ഷ സംഘടനയുടെ പതാകയായിരുന്നു. അതുകൊണ്ട് എത്ര MLA ഉണ്ട്, എത്ര MP ഉണ്ട് എന്നതൊക്കെ നോക്കിയിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാവി നിർണ്ണയിക്കാം എന്ന് കരുതുന്നത് ശുദ്ധ ബോഷ്കാണ്. അതുകൊണ്ട് ചിഹ്നം കാക്കാനോ ദേശീയ പദവിക്കോ വേണ്ടിയിട്ടല്ല. RSSും BJPയും ഉയർത്തുന്ന നമ്മുടെ ഇന്ത്യ എന്ന ആശയം തന്നെ ഇല്ലാതാക്കുന്ന വർഗീയ ഫാഷിസത്തിനെതിരെ, വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിനെതിരെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള തൊഴിലാളികളുടെയും കർഷകരുടെയും അധ്വാനിക്കുന്ന മറ്റ് ബഹുജനങ്ങളുടെയും എല്ലാം വലിയ പ്രക്ഷോഭമാണ് ഏറ്റവും മുൻനിരയിലുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ സീറ്റിന്റെ ഫലാഫലം നോക്കിയിട്ട് ഇടതുപക്ഷത്തെ വിലയിരുത്താൻ വരുന്നത് ലോകത്തെവിടെയും, ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും ഇടതുപക്ഷം അങ്ങനെ തന്നെയാണ് ലെഫ്റ്റ് ബ്ലോക്ക് നിൽക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഈ സമരങ്ങൾക്ക് കൂടുതൽ തീവ്രത കൈവരാൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗത്വം കൂടി ഉണ്ടായാൽ സാധിക്കും. അതാണ് നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നല്ല നിലയിൽ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം ഈ കേരളത്തെ പ്രതിഫലിക്കും. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താ ഇല്ലാതെ കോൺഗ്രസിനെ ഉൾപ്പെടെ നേരെ നടത്തിക്കാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരണത്തിൽ വരുമെന്നൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഇടതുപക്ഷം 100-ൽ താഴെ സീറ്റുകളിൽ ഇന്ത്യയിൽ ആകെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുള്ളൂ. അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ കൂട്ടായ്മ തന്നെയാണ് ഉണ്ടാകുക. 2004 ഇന്ത്യ കണ്ടിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ്. അന്ന് ഇടതുപക്ഷം ഒരു സമ്മർദ്ദ ശക്തിയായി മാറിയപ്പോഴാണ് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റിനെ നമുക്ക് നേരെ നടത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്, ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത്. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനത 2004, 2024 ആവർത്തിക്കുന്നതിനുള്ള ഒരു അനുഭവത്തിലേക്ക് പോകുന്നത്. അവിടെ ഇപ്പോ സഖാവ് EP ജയരാജനെ കുറിച്ച് ഇന്നലെയുമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്, അത് സഖാവ് EP സൂചിപ്പിച്ചതുപോലെ സഖാവ് പിണറായിയും ഗോവിന്ദൻ മാഷും ഇന്ന് വ്യക്തമാക്കിയതുപോലെ ആസൂത്രിതമായ ഗൂഢാലോചനയാണല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് UDF ഒറ്റയ്ക്കല്ല, UDFും BJPയും അവരെ പിൻപറ്റുന്ന ഒരുപറ്റം മാധ്യമങ്ങളും ചേർന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവസാന നിമിഷങ്ങളിലേക്കുള്ള പ്രചരണത്തിനുള്ള ഒരു കുതന്ത്രം എങ്ങനെയും 4 വോട്ട് കിട്ടണം. ഇത് ഇവിടെ നിന്നില്ലല്ലോ. നാളെ തൃശ്ശൂരിൽ എന്താ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെയൊക്കെ പ്രചരിപ്പിച്ചത്? അവിടെ CPMന്റെ വോട്ട് BJPക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെ പറയാൻ അവർക്കേ കഴിയുള്ളൂ. CPM BJP ബന്ധം എന്നുള്ളത് അസംബന്ധമാണ്. വെളുത്ത കാക്ക മലർന്നു പറക്കുന്ന ഒരു കാലമുണ്ടായാല് ഇടതുപക്ഷം BJPയോടൊപ്പം എന്ന ആരോപണം ആരെങ്കിലും വിശ്വസിക്കുന്ന അവസ്ഥയുണ്ടാവുകയുള്ളൂ. കാരണം BJPയെ അതിന്റെ ആശയങ്ങളെ പ്രത്യയശാസ്ത്രപരമായി ആദർശപരമായി എതിർക്കുന്ന ഏക പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. അതിന്റെ കായികമായ അക്രമങ്ങളെ പ്രതിരോധിക്കുന്ന രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ മൃദുവർഗീയ സമീപനം സ്വീകരിച്ചു പോകുന്നത്. RSSന്റെ തീവ്ര വർഗീയതയെ എതിർക്കാൻ മൃദുവർഗീയത സ്വീകരിച്ചതല്ലേ കോൺഗ്രസ് ഉപ്പ് വെച്ച കടം പോലെ നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും കുറഞ്ഞു വരുന്നത്. അതാണ് നമ്മൾ കാണേണ്ട ഗൗരവമായ വിഷയം. ശരി വസന്ത്, ഇപ്പോൾ ഡോക്ടർ VPP പറഞ്ഞതുപോലെ പഴയ ഒരു സാഹചര്യമല്ല ഇപ്പോൾ 2024 എന്തായാലും ഉണ്ടാകാൻ പോകുന്നത്. 2004 കേരളത്തിൽ ആവർത്തിച്ചാൽ പോലും ഇന്ത്യയിൽ 2004 ഒരു കണക്കിലേക്ക് കോൺഗ്രസ്സിന് മാത്രമായി എത്തിപ്പെടാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. അവിടെ 2004 ഒരു ബദലുണ്ടായതുപോലെ അല്ലെങ്കിൽ കൂടി ഒരു മറ്റൊരു രൂപത്തിലുള്ളൊരു ബദലിലേക്ക് ചിലപ്പോൾ പോയേക്കാം. അതാണിപ്പോൾ മോദിയുടെ കൂടി ഭയം എന്നുള്ളതാണല്ലോ ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനെ CPMനോട് നിങ്ങളുടെ രാഷ്ട്രീയ വൈരം തീർക്കാൻ വേണ്ടിയുള്ള മറുപടികൾ കൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു തീർത്തു പോയാൽ മതിയോ? അവിടെ കുറച്ചുകൂടി ഒരു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വരണ്ടേ? കേരളത്തിൽ ചർച്ചയായത്, കേരള വിരുദ്ധരായത് ആരാണ്? ഈ കാലഘട്ടത്തിൽ കേരളത്തിന് തടസ്സം നിന്നത്, കേരളത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം നിന്നത് ആരാണ്? BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത് എവിടെ നിന്നാണ് ആളുകൾ എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള BJP സർക്കാർ കേന്ദ്രത്തിലെടുത്ത നിലപാടുകൾക്ക് തക്കതായ മറുപടി കൊടുക്കണമെങ്കിൽ ആരിവിടെ ജയിക്കണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചുറച്ച് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കൊപ്പം പോയിട്ടുണ്ടാകുമെന്ന് VPP പറയുന്നിടത്തല്ലേ കൂടുതൽ യുക്തി? ഡോക്ടർ ലാൽ, അങ്ങ് എനിക്ക് കുറച്ച് സമയം തരണം. ഞാൻ 2-3 തവണ കൈ ഉയർത്തിയിരുന്നു, അതിനെല്ലാം ഉത്തരം പറയാനുണ്ട്.
ഒന്ന് BPP പറഞ്ഞു, അങ്ങയുടെ കൂടെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. BPP പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രത്യയശാസ്ത്രപരമായി ഞങ്ങൾ എല്ലാ കാലത്തും ആരെ എതിർക്കുന്നു? ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുന്നു. ഹിന്ദുത്വ എന്ന പദം ഉപയോഗിച്ച് സവർക്കർ ബുക്ക് എഴുതിയത് 1923-ലാണ്. ഇത് ഏതാണ്ട് 101-ാമത്തെ വർഷത്തിലാണ്. ആ ബുക്കിനെ ആധാരശിലയാക്കി രൂപം കൊണ്ട പ്രസ്ഥാനത്തിന്റെ പേര് RSS എന്നാണ്. ആ RSS വിവിധ കാലങ്ങളിൽ വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ അത് ജനസംഘമായിരുന്നു, ചിലപ്പോൾ അത് ജനതാ പാർട്ടിയാണ്, ചിലപ്പോൾ അത് BJP ആണ്. നാളെ അതിന്റെ പേര് എന്തോ ആവാം. നാളെ അവർ വേണമെങ്കിൽ അഖിലേന്ത്യാ ജനതാ പാർട്ടി എന്ന് പേരിടാം. പക്ഷേ ഇതിന്റെ എല്ലാം പിറകിലുള്ളത് RSS. RSSന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ജനസംഘത്തിന്റെ നേതാവായിരുന്ന LK അദ്വാനിയും വാജ്പേയിയും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ വന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായി എല്ലാ കാലത്തും ഞങ്ങളാണ് എതിർത്ത് എന്ന സംസാരം വേണ്ട. RSS ചീഫായിരുന്ന ദേവരസ് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നോക്കൂ, കേരളത്തിലേക്ക് നമ്മളുടെ പാർട്ടിയല്ല അധികാരത്തിൽ വന്നതെങ്കിലും നമ്മുടെ പിന്തുണയോടുകൂടി ഒരു ഇടത് ഗവൺമെന്റ് അവിടെ വന്നിരിക്കുന്നുവെന്ന് നായനാർ ഗവൺമെന്റിനെ പറ്റി പ്രസംഗിച്ചത് മറന്നുപോയോ? അപ്പൊ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, കോർപ്പറേറ്റ് വിരുദ്ധത. ഞങ്ങൾ കോർപ്പറേറ്റ് വിരുദ്ധരാണ്, അതുകൊണ്ട് ഞങ്ങൾ കോർപ്പറേറ്റുകളെ എതിർക്കുന്നവരാണ്. ഈ സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് 100-ൽ പരം സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ ഒരേ ഒരു കോർപ്പറേറ്റിന്റെ പേരേതാണ് VPP. ആ കോർപ്പറേറ്റിന്റെ പേര് രാജീവ് ചന്ദ്രശേഖർ എന്നാണ്. ആ കോർപ്പറേറ്റ് ആണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നും ജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞതാരാ? കോൺഗ്രസ് ആണോ? VD സതീശനാണോ? KC വേണുഗോപാലാണോ? അല്ല, അത് പറഞ്ഞത് ഇന്ന് ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന നിങ്ങളുടെ ഇടത് കൺവീനറായി ഇപ്പോഴും നിലകൊള്ളുന്ന EP ജയരാജനാണ്. പിന്നെ അങ്ങ് പറഞ്ഞു EP ജയരാജൻ എതിരെ ഒരു വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു, ഒരു ക്രിമിനൽ കോൺസ്പെറൻസി ഉണ്ടായിരിക്കുന്നു. ആര് തമ്മിൽ? BJPയും കോൺഗ്രസും തമ്മിൽ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി അദ്ദേഹത്തിന്റെ റിസോർട്ട്, അതായത് ഈ പറയുന്ന വസന്ത്, നമ്മുടെ ചർച്ചാ വിഷയം ഇതിലേക്കൊക്കെ പോകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ താല്പര്യം അതായിരിക്കും. നമുക്ക് ചർച്ച ചെയ്യാൻ മടി ഉണ്ടായിട്ടല്ല, പക്ഷേ നമുക്ക് ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പോളിംഗ് ശതമാനവും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിധി ഏത് രൂപത്തിലാണ് അത് വന്നിരിക്കുന്നത് എന്ന നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ ഊഹങ്ങളും ഒക്കെയാണ്. അതിലേക്ക് വരുന്നതിന് ഒരു സാധാരണ ഒരു രാഷ്ട്രീയ പ്രസംഗമായി നമുക്കിതിനെ മാറ്റണോ? ഡോക്ടർ ലാൽ, EP ഫാക്ടർ ഉണ്ടെന്ന് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ. EP ഫാക്ടർ ഞങ്ങൾക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. എവിടെ? നിങ്ങൾ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ചില മാധ്യമങ്ങൾക്ക് മുമ്പാകെ ആരെങ്കിലും വർത്തമാനം പറഞ്ഞതാണോ ഇന്നത്തെ ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്ത കാര്യം? നമ്മൾ ഇതിനു മുമ്പ് എത്രയോ തെളിവുകൾ നമുക്കുണ്ടായിട്ടുള്ളതാണ്. പല ദിവസങ്ങളിൽ ഈ കെവിൻ്റെ ഒരു സംഭവം ഉണ്ടായല്ലോ, കെവിൻ്റെ സംഭവം. പകൽ മുഴുവൻ മാധ്യമങ്ങൾ അത് മാത്രമായിട്ട് അടിച്ചുകൊണ്ടിരുന്നു. എന്ത് സംഭവിച്ചു? റിസൾട്ടിൽ അത് പ്രതിഫലിച്ചോ? നമുക്ക് അതൊന്നും മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടൊന്നും ചർച്ച ചെയ്യാൻ സാധിക്കില്ല സാർ. നമുക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ 2 മാസം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അതെങ്ങനെയാണ് പ്രതിഫലിച്ചത്, അതാണ് എനിക്കറിയേണ്ടത്. ഒരേ ഒരു ചോദ്യം ഡോക്ടർ ലാൽ, ഒരേ ഒരു ചോദ്യം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന അന്ന് ഞങ്ങൾ പറഞ്ഞത് EP ജയരാജൻ BJPയുമായി സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് പറയുന്നത് വന്നത്? EP ജയരാജൻ പറഞ്ഞു BJPക്ക് ചില നല്ല സ്ഥാനാർത്ഥികൾ. ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വിഷയങ്ങളൊക്കെ എടുക്കാം. BJPയിലേക്ക് പോയത് ആരുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ? സെറ്റിൽമെന്റ് ഒക്കെ കൃത്യമായി വന്ന് പോയ ആളുകളുണ്ടല്ലോ, അതിന്റെ കണക്കെടുക്കാം. അത് കഴിഞ്ഞ് ഇപ്പോഴും പോകാൻ നിൽക്കുന്ന ആളുണ്ടല്ലോ, ഞാൻ BJPയിലേക്ക് പോകും, ആരാണ് ചോദിക്കാന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് എടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ സമയമുണ്ടോ ഇപ്പോൾ? അതാണോ നമ്മുടെ വിഷയം? കണക്ക് പറയട്ടെ, ഞാനും തയ്യാറാണ്. അല്ല, അതല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് അതിന് സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ കേരള വിരുദ്ധ സമീപനം എടുത്തോ? അത് ജനങ്ങൾ ചർച്ച ചെയ്തോ? നിങ്ങൾ CAA എന്നുള്ളത് പ്രകടന പത്രികയിൽ കൊണ്ടുവരാത്തത് നിങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ടോ? നിങ്ങൾക്ക് BJPയിലേക്ക് നിങ്ങളുടെ ആളുകൾ ഒഴുകിപ്പോകുന്നു എന്നത് BJPക്കെതിരെയുള്ളൊരു യുദ്ധത്തിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടും കേരളത്തിൽ നിന്ന് എന്ന് നിങ്ങൾക്ക് ഇനിയും പറയാൻ സാധിക്കുമോ? ഇതാണ് ഈ ഇടത് പക്ഷത്തിന്റെ കൺവീനർ തന്നെ പോകുന്നിടത്ത് ഇടതുപക്ഷത്തിന് ആര് വോട്ട് ചെയ്യുന്ന ഡോക്ടർ ലാൽ പറയുന്നത്? അല്ല, ബാക്കി പറയൂ. നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മറുപടി VPയും പറയുന്നുണ്ട്. ഇനി അടുത്ത ബാക്കി രണ്ടും പറയൂ. അല്ല, ഷിഫ്റ്റാണ്, അതിന് ഷിഫ്റ്റാണ്. ഞാൻ ആ വിഷയത്തിൽ ഞാൻ ഷിഫ്റ്റ് ചെയ്യാണ്. നേരത്തെ VPP മറ്റൊരു കാര്യം പറഞ്ഞു, മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഒക്കെ കർഷക സമരത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ കൊടി മാത്രമേ അവിടെ കണ്ടുള്ളൂ. ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റുപോയി, സമ്മതിക്കുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞിട്ടില്ല. പക്ഷേ ആ സ്ഥലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ചു കൊടുത്തെല്ലാം നോട്ടയുടെ പുറകിലാണ്.
നോട്ടയുടെ പുറകിൽ. ആ കൊടികൾ തോരണങ്ങളായി മാറിയതൊന്നും വോട്ടായി മാറിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനവും ഈ നടത്തിയ ഓളവും അവിടെ വോട്ടായി മാറില്ല. ഞങ്ങൾക്ക് അനുകൂലമായ വോട്ടാണ് ഉണ്ടാവുന്നത്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. EP ഫാക്ടർ അങ്ങ് പറഞ്ഞു ചർച്ച ചെയ്യേണ്ട, ചർച്ച ചെയ്യേണ്ടെന്നല്ല, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ചർച്ച ചെയ്യേണ്ടെന്നല്ല, അത് പറഞ്ഞു കഴിഞ്ഞു. അതിൽ മാത്രം നിൽക്കാനുള്ള താല്പര്യമാണ് ഞാൻ. നിങ്ങളുടെ രാഷ്ട്രീയപരമായി നിങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ യഥാർത്ഥ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തില്ല എന്ന് പറഞ്ഞത്. ഞാൻ വരാം. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ BJPക്ക് എന്തുണ്ട് ലാഭം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് എന്ന കൃത്യമായ പരിശോധനയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ BJP ഇത്തവണയും പതിവിന് വിപരീതമായി ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. 2ാം സ്ഥാനത്ത് പോലും ഒരു മണ്ഡലത്തിലും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പോലും ആവർത്തിച്ച് പറയുന്നിടത്താണ് കാര്യങ്ങൾ ചെന്ന് ഈ തെരഞ്ഞെടുപ്പ് ദിവസം പോലും നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ ചങ്കിടിപ്പുണ്ടാക്കുന്നുണ്ടോ? പലപ്പോഴും BJPക്ക് ജയിക്കാനുള്ള ഒരു സാധ്യത ഉയർന്നു വരുന്ന സാഹചര്യങ്ങളിലെല്ലാം കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ആ സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയുണ്ടാക്കി BJP ജയിക്കാൻ അനുവദിക്കരുത് എന്ന് പറയുന്ന ഒരു പഴയകാല രാഷ്ട്രീയ തന്ത്രം, അത് എക്കാലത്തും അവർ പയറ്റിയിട്ടുണ്ട്. ഈ തവണയും പയറ്റിയിട്ടുണ്ടോ, ഒരു ക്രോസ് വോട്ടിംഗ് സിസ്റ്റം അവർ പയറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ജൂൺ 4-ാം തീയതിക്ക് ശേഷമേ പറയാൻ വേണ്ടി കഴിയൂ. പക്ഷേ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഭാഷയും മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും എല്ലാം സൂചിപ്പിക്കുന്നത് ആ തരത്തിൽ CPI മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് CPI മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും, ആ മണ്ഡലങ്ങളിൽ CPIക്ക് പരാജയമുണ്ടാകുമെന്നുള്ള ഒരു ധ്വനിയാണ് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം BJPക്ക് എതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഘടകകക്ഷിയായിട്ടുള്ള CPIക്ക് കൂടി എതിരായിട്ടുള്ളതാണ്. അത് വ്യംഗ്യമായി അദ്ദേഹം സൂചിപ്പിക്കുക. നമുക്കത് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നും അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഈ തവണ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ക്രോസ് വോട്ടിംഗ് സിസ്റ്റത്തിനെയും LDFന്റെയും UDFന്റെയും യോജിച്ചുള്ള BJP വിരുദ്ധ രാഷ്ട്രീയത്തിനെയും എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് വരാനുള്ള രാഷ്ട്രീയ ശക്തിയും ജനങ്ങളുടെ ഇച്ഛാശക്തിയും ഈ തവണ BJPക്ക് അനുകൂലമായി പല മണ്ഡലങ്ങളിലും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഒരു ഘടകത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അത് സാമുദായികമായിട്ടുള്ള പിന്തുണയുടെ കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള എവിടെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ സാമുദായിക പിന്തുണയൊക്കെ ഇന്ന് നമ്മൾ കണ്ടതാണ്. ന്യൂനപക്ഷങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ എന്താണെന്ന്. ഇന്നിപ്പോൾ രാജ്യത്ത് പുതിയ ഭരണം വരണമെന്ന് പറഞ്ഞത് യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനാണ്. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണം, മണിപ്പൂർ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രത്യാഘാതമുണ്ടാക്കിയേക്കും എന്നൊക്കെ പറഞ്ഞത് ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയാണ്. അപ്പോൾ അതുപോലെ എന്താണ്, നാളെ വോട്ട് ചെയ്യാനുള്ള അവസരം തനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വോട്ട് എന്ന് പറഞ്ഞത് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയാണ്. ഇതുപോലെയുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം കേട്ടതാണ്. നിങ്ങൾക്ക് പിന്നെ എവിടെയാണ് ഈ പ്രതീക്ഷ? കൂടുതൽ ന്യൂനപക്ഷങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് എവിടെ നിന്ന് കിട്ടിയതാണ്? ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അവിടെ പള്ളികളിലൊക്കെ കയറി ഇറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വോട്ട് കിട്ടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ലാൽ അതിനെ കണ്ടത് അത് BJPക്ക് എതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്. ഞാൻ അതിനെ കാണുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സഭകളുടെ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. അതല്ലെങ്കിൽ അവരെന്തിനാണ് കേരളത്തിൽ ഇത് പറയേണ്ടത്? അവരത് ഡൽഹിയിലല്ലേ പറയേണ്ടത്? അല്ല, മണിപ്പൂരിലെ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് LDFനെയും CPMനെയും പിണറായിയെ ഒക്കെ ഉദ്ദേശിച്ചിട്ടാണെന്ന് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ ലാൽ, ഈ മണിപ്പൂർ വിഷയം ഉണ്ടായതിനു ശേഷം നടന്ന 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ഇപ്പൊ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ്, ഇനി മണിപ്പൂരിന് ശേഷം ഉണ്ടായിട്ടുള്ള മറ്റു തെരഞ്ഞെടുപ്പുകൾ, അവിടെ ഒന്നും തന്നെ അത് ഒരു തലത്തിലും അതിന്റെ ഒരു ലാഞ്ചനം പോലും തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ സഭയുടെ അധ്യക്ഷന്മാർ പറയുന്നത് അങ്ങനെയല്ല സാർ. കേരളത്തിൽ അങ്ങനെ പറയുന്നു. കേരളത്തിലെ സഭയുടെ അധ്യക്ഷന്മാർ ഉറച്ച തുറന്ന നിലപാടെടുത്തത് ഞാൻ താങ്കളുടെ മുമ്പാകെ വെച്ചതാണ്. ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ലാൽ. ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് എന്റെ ഭാഗത്ത് ഞാൻ പൂർത്തിയാക്കാം. ഇനി അതിനപ്പുറത്തേക്കൊന്ന് നോക്കുക. കേരളത്തിൽ CAA ശക്തമായ രാഷ്ട്രീയ ചർച്ചയാക്കണമെന്ന് ഇടതുപക്ഷം വിചാരിച്ചു. അവർ അതിന്റെ പുറത്ത് BJPക്കെതിരായിട്ടും കോൺഗ്രസിന്റെ പ്രകടന പത്രക്കെതിരായിട്ടും നിരന്തരമായി പറഞ്ഞു. കേരളത്തിൽ അത് എവിടെയെങ്കിലും ചർച്ചയായോ? സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പത്രസമ്മേളനങ്ങളിലോ അവരുടെ പൊതുയോഗങ്ങളിലോ പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അത് താഴെത്തട്ടിൽ ഏതെങ്കിലും ഒരു പ്രതിഫലനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും കേരളത്തിന്റെ ചർച്ചയുടെ ഭാഗമായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ദേശീയ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ കേരളത്തിന്റെ ഗവൺമെന്റ്
നിരന്തരമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് കേരളത്തിന് കഴിവെടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അത് സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി കേന്ദ്രം അത് അനുവദിച്ചു കൊടുത്തു. അപ്പൊ കേന്ദ്രം അനുഭാവപൂർവമായിട്ടുള്ള നിലപാടുകൾ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി എന്നല്ല അതിനെ പറയേണ്ടത്. സുപ്രീം കോടതി പറഞ്ഞു അപ്പം പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നീട് അടുത്ത കാര്യങ്ങൾ ആലോചിക്കാനായിട്ട് ഈ 5 അംഗ ബെഞ്ചിൻ്റെ അടുത്തേക്ക്, ഭരണഘടനാ ബെഞ്ചിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരിച്ചടിയാണ് കിട്ടിയത്. ജനങ്ങളുടെ മുമ്പാകെ CPM വെച്ചു. ഇതല്ലേ ഉണ്ടായത്? ലാലിന് അങ്ങനെ വിലയിരുത്തുന്നതിൽ തെറ്റൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ അങ്ങനെയല്ലല്ലോ അതിനെ വിലയിരുത്തുക. കോടതിയിൽ കേസുമായി പോയി, കോടതി അതിൽ പരിശോധിക്കാൻ പറഞ്ഞു, പരിശോധിച്ചു, കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ഈ സംസ്ഥാനത്തിന് നിലനിന്ന് പോകണമല്ലോ, നിത്യദിനാന ചെലവുകൾ നടത്തണമല്ലോ. അപ്പൊ നിത്യദിനാന ചെലവുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തു. അല്ലാതെ വെറുതെ കൊടുത്ത പണമല്ലല്ലോ, കടമെടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ സംസ്ഥാനത്തിന്റെ ബാധ്യതയായി മാറുന്ന പണമാണ്. വികസനത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലേക്ക് വരുത്തിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് MP-മാരില്ലെങ്കിൽ പോലും ഈ സംസ്ഥാനത്തുനിന്ന് രാജ്യസഭയിലും ലോകസഭയിലുമുള്ള മുഴുവൻ ആളുകളും മോഡി ഗവൺമെന്റിനെ എതിർത്തപ്പോഴും കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തടസ്സം കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ UDF-ന്റെ പ്രതിനിധിയും ശ്രീ VPP മുസ്തഫയും സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വിഷയങ്ങളല്ല കേരളത്തിൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ചർച്ചയായിട്ടുള്ളത്. CAA ഒന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയമേ അല്ല. മറ്റൊന്ന് മണിപ്പൂർ അപ്പൊ ശരിക്കും എന്താണ് ഇതൊന്നും ഒരു വിഷയമല്ലെങ്കിൽ? CAA വിഷയമല്ല, മണിപ്പൂർ വിഷയമല്ല, ഫെഡറൽ സംവിധാനങ്ങളോടുള്ള എന്താണ് പ്രതികരണങ്ങൾ അതല്ല, കേരളത്തിന് കൊടുക്കാത്തത് വിഷയമല്ല, കേരളത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇതൊക്കെ അല്ലെങ്കിൽ പിന്നെന്താണ് വേറെ വിഷയങ്ങൾ? ഇനിയിപ്പോൾ വേറെ പുറത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും. എനിക്ക് സംശയമുണ്ട്. ഞാൻ വരാം. ഒറ്റ വാക്ക് എന്തെങ്കിലും ഉണ്ടോ കൃഷ്ണദാസ്, ഒരു വിഷയം പറയാൻ? ജനങ്ങൾ എന്താണ് കണ്ടതെന്ന്? ഞാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് ജനങ്ങളെങ്കിൽ ഇവിടുത്തെ വോട്ടിംഗ് പെർസെന്റേജ് 85 or 90 ആയി പോകേണ്ടതല്ലേ? എന്തുകൊണ്ട് 85 or 90 കടന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ ബൂം BJP-ക്കെതിരായി ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ജനങ്ങളുടെ പ്രതീക്ഷ, ജനങ്ങൾ ആ തരത്തിൽ വലിയ തരത്തിലേക്ക് വരണ്ടേ വോട്ട് ചെയ്യാൻ? അങ്ങനെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിസൈസ്ഡ് വോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അല്ല, എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയല്ല. എന്റെ ഒരു കാഴ്ചപ്പാട് 2019 അപേക്ഷിച്ചാണ് നമ്മൾ ഈ പോളിംഗ് ശതമാനം നോക്കുന്നത്. ചിലപ്പോൾ VPP പോലും അത് അംഗീകരിക്കണമെന്നില്ല. പക്ഷെ ഞാനൊരു കണക്ക് നോക്കുന്നത് ഈ 2019 77% വോട്ട് പോളിംഗ് നടന്നത് ഇപ്പോൾ 71 പോലും എത്തിയിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് അന്ന് വളരെയധികം വൻ ഭൂരിപക്ഷത്തിലാണ് UDF ഒരുപാട് സീറ്റുകളിൽ 19 സീറ്റുകളിലൊക്കെ വിജയിച്ചത്. ഇത്തവണ അത്രയും ആവേശത്തോടുകൂടി UDF-ന്റെ ഒപ്പം പോയ ആളുകൾ BJP-യോട് പോലും താല്പര്യം കാണിക്കാതെ അങ്ങോട്ടേക്ക് കൊടി പിടിച്ച് പോയ ആളുകളുണ്ടല്ലോ. അങ്ങനെ പോയ ആളുകളൊക്കെ ചെന്ന് വോട്ട് ചെയ്തതൊക്കെ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടില്ല. അവർ പോളിംഗ് ബൂത്തിലേക്ക് വന്നില്ല. കുറേ പേര് വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല. അത് പോളിംഗ് ശതമാനത്തെ ബാധിച്ചിട്ടുണ്ടാകണം എന്നാണ്. ആ 2 സ്ഥലത്തേക്കും വന്നിട്ടില്ല. UDF-ലേക്കും വന്നിട്ടില്ല, LDF-ലേക്കും വന്നിട്ടില്ല. അവർ ഉയർത്തിയ വിഷയം അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്കത് പറയണമെങ്കിൽ ജൂൺ 4 കഴിയണം. ഞാൻ വരാം. ഡോക്ടർ VPP, ഈ കാര്യങ്ങൾക്കുള്ള മറുപടി ആണ് വേണ്ടത് ഇനി. ഇവിടെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതിൽ ഈ സാമുദായിക സംഘടനകൾ പലതും BJP-യോടൊപ്പം, അതില് ലാലെ ഓർമ്മിക്കുമല്ലോ, പോളിംഗിന്റെ തലേ ദിവസമാണ് ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറെ കേരളത്തിൽ ഇറക്കി ചില പ്രത്യേക ആരാധനാലയങ്ങളിലേക്കും ചില മതപുരോഹിതരെയും കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചത്. ഇവിടെ തന്നെ അവർക്കൊരു ഗവർണർ ഉണ്ട്. ആവശ്യത്തിന് RSS-നേക്കാൾ വലിയ ഭക്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവർണർ കേരളത്തിൽ ഉണ്ടായിരിക്കെയാണ് അദ്ദേഹത്തെ വേണ്ടത്ര വിശ്വാസമില്ലാത്തതുണ്ട്. കാരണം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് തുടങ്ങിയിട്ട് പല പാർട്ടികളിലൂടെ ചാടി കളിച്ചിട്ടാണല്ലോ അവസാനം ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയെ പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ BJP-യിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ വേണ്ടത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ സക്സേനയെ ഇറക്കിയിട്ടാണ് തലേ ദിവസം നോക്കിയത്. പക്ഷെ അതൊന്നും ഏശിയില്ല എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തീയ മതസഭകളുടെ തന്നെ അധ്യക്ഷന്മാരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് ഇന്ന് കേരളം കണ്ടത്. എന്ന് മാത്രമല്ല, ഇപ്പൊ കോട്ടയത്തെ BJP-യുടെ സ്ഥാനാർത്ഥി, BJP മുന്നണിയുടെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ജയിക്കാൻ പോകുന്നില്ല, എല്ലാ സ്ഥാനാർത്ഥിയും ജയിക്കുമെന്ന് പറഞ്ഞതുപോലെ അയാളും ജയിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട് എന്ന് ഇന്ന് പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് കൂടിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനാണ്. പോളിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോ BJP സ്ഥാനാർത്ഥികളുടെ അവസ്ഥ ഇതാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഈ സക്സേന വന്ന ദിവസം തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി പാലായിലെ പള്ളിയിലേക്കാണ് പോയത് എന്നുള്ളത് നമ്മൾ മാത്രം പിന്നെ നിർവഹിക്കും. ഇങ്ങനെയൊക്കെ ജാതി പറഞ്ഞും സമുദായ പ്രലോഭനങ്ങൾ ഉണ്ടാക്കിയും
എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുറക്കാൻ. പക്ഷെ അതൊന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഡബിൾ ഡിജിറ്റ് നമ്പർ ഉണ്ടാകുമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് 00 ആയിരിക്കും. ഏതായാലും 1 or 2 ഒന്നും അതിനെ പോകുന്നില്ല. നമുക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് അനുഭവമാണല്ലോ. അന്ന് സഖാവ് പിണറായിയാണ് അസന്നിഗ്ധമായി പറഞ്ഞത് BJPക്ക് കേരളത്തിലുള്ള അക്കൗണ്ട് പൂട്ടിക്കും. നേമത്തായിരുന്നു 2016 അവർ ജയിച്ചത്. അത് കോൺഗ്രസ് വോട്ട് മറിച്ചു കൊടുത്തതുകൊണ്ട് ജയിച്ചു പോയതാണ്. അവിടെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി പ്രഖ്യാപിച്ചു. ഇടതുപക്ഷം അത് നടപ്പിലാക്കി. ആ നിയമമണ്ഡലം 2016 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന LDF BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചിട്ട് അവിടെ സഖാവ് ശിവൻകുട്ടി വിജയിച്ചു. ഇന്നിപ്പോ അദ്ദേഹം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ തൊഴിലും വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്നു. അപ്പൊ BJP ഈ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം പോലും കാണിച്ചിട്ടുള്ള ചില ഡോക്ടർ VPP-യിലേക്ക് ഞാൻ വരാം. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. വസന്ത്, ഇപ്പോൾ ഈ കാര്യത്തിൽ എന്താണെങ്കിലും BJP-യോട് പ്രതികരിക്കാൻ ഏത് മുന്നണിക്കാണ് ഇവിടെ സാധിക്കുക എന്നുള്ളിടത്താണ് ജനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം 2019 ഒരു കാര്യം താങ്കളും കൂടി VPP താങ്കൾക്ക് അത് പൂർത്തിയാക്കാം. അപ്പോ ഇവിടെ ഈ വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചില BJP പ്രവർത്തകരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി LDFനെ തോൽപ്പിക്കണം, LDFനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJPക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ചില വീഡിയോ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുക. ഇതാണ് BJPയുടെ അവസ്ഥ. അതുകൊണ്ട് BJP കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്തായിരിക്കും എന്ന ഇടതുപക്ഷത്തിന്റെ നിഗമനം, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞത്, അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ജൂൺ 4 നമുക്ക് വോട്ടെണ്ണി കാണാം. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി CPM-കാർ എന്തോ BJP-യിലേക്ക് ഒരു അന്തർധാര എന്ന് പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ എന്റെ വീട്ടിൽ വെച്ച് എന്റെ ജ്യേഷ്ഠന്മാരുടെ മക്കളും ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായില്ലാണ്. വീട്ടിൽ ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനുള്ളൂ, പക്ഷെ ബാക്കിയുള്ളവർ ഏതായാലും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചർച്ച ചെയ്തു. എന്റെ ഒരു ജ്യേഷ്ഠന്റെ മകൻ പറഞ്ഞു, ഈ കോവിഡ് കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഓരോ ദിവസത്തെയും കോവിഡ് കേസുകളുടെ എണ്ണം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെയാണ് ഇപ്പോ വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് എത്ര പേർ പോയി എന്ന എണ്ണം പറയേണ്ടി വരുന്നത് എന്നുള്ളത്. അപ്പൊ സജീവ രാഷ്ട്രീയ പ്രവർത്തകർ പോലും അല്ലാത്ത സാധാരണ മനുഷ്യരുടെ ചിന്തകളിൽ പോലും ഒരു ചെറുപ്പക്കാരനാണ്, അവരുടെ പോലും മനസ്സിലുള്ളത് അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ഏത് അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത്, അതെങ്ങനെയാണ് അവരെയൊക്കെ സ്വാധീനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ ദിവസവും ഇങ്ങനെയാണ്. ഇവരാണ് 2 കാലിലും മന്ത് വന്ന് അത് വ്രണമായി പൊട്ടിയൊലിക്കുന്ന കോൺഗ്രസ് ആണ് CPM BJP ബന്ധം ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവര് ചെന്നുപെട്ടിട്ടുള്ള അങ്ങേയറ്റത്തെ, കാരണം വേറൊരു രാഷ്ട്രീയം പറയാനില്ലാതെ ശക്തമായിട്ട് കോൺഗ്രസിനെ BJP എതിർക്കാൻ കഴിയുന്നില്ല. കാരണം മൃദുവർഗീയതയാണ് കോൺഗ്രസിന്റെ നയം. ഇപ്പോഴത്തെ ലീഗിനെ കൊടി പോലും പിടിക്കാൻ അനുവദിക്കാൻ കഴിയുന്നില്ല. RSSനെ പേടിച്ചിട്ട്. RSSനെതിരായിട്ടാണ്, ഫാഷിസത്തിനെതിരായിട്ടാണ് യുദ്ധമെന്നാണ് പ്രഖ്യാപിച്ചത്. പക്ഷെ RSSകാരന്റെ കള്ളപ്രചരണം, വ്യാജ പ്രചരണം, അത് പേടിച്ചിട്ട് സ്വന്തം മുന്നണിയുടെ കൊടി ഘടകകക്ഷിയുടെ കൊടി വേണ്ടാന്ന് വെച്ചു, സ്വന്തം കൊടിയും വേണ്ടാന്ന് വെച്ചു. ഇവരാണോ ആർജവത്തോടുകൂടി RSSനെ നേരിടാൻ പോകുന്നത്? ഇതൊക്കെയാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വസന്ത് എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് വസന്തിൽ നിന്ന് കിട്ടേണ്ട മറുപടിയും അതാണ്. വസന്ത്, നമ്മളിപ്പോൾ ആരെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് ചിലപ്പോൾ നമുക്ക് മറ്റു ചർച്ചകളിൽ സംവാദങ്ങളൊക്കെ നടക്കുന്ന പോലെ അല്ല. നമ്മുടെ ഈ പാനൽ ഡിസ്കഷനിൽ നമുക്ക് എല്ലാവർക്കും സമയം കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് തർക്കിക്കുമ്പോഴാണ് സമയം ഇല്ലാതെ പോകുന്നത്. ഞാൻ താങ്കൾക്കുള്ള സമയം തരികയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടതും ഇതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കേരളത്തിൽ പതിവില്ലാതെ കോൺഗ്രസിനും UDFനും സംഭവിച്ചത് തങ്ങളുടെ കൊടി പിടിക്കാനായില്ല എന്നതാണ്. രാഹുൽ ഗാന്ധിക്ക് വടക്കേ ഇന്ത്യയിലെ ബുദ്ധിമുട്ട് പരിഗണിച്ച് ഇവിടെ ഉണ്ടാക്കിയ സംവിധാനം വഴി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊടിയില്ലാതെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ ഇറങ്ങേണ്ടി വന്നു എന്നതാണ്. അതൊരു വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതൊക്കെ പുറത്തേക്ക് വരികയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. അതുകൂടാതെയാണ് BJP എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ നിങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ എന്താണ് വെച്ചത്? എല്ലാ ദിവസവും മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കളുമൊക്കെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, ജനം കേൾക്കുക, നിങ്ങൾ എന്ത് പറഞ്ഞു അവിടെ BJPയെ എതിർക്കാൻ, ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന്? അല്ല, 2-3 കാര്യങ്ങൾക്ക് ഉത്തരം പറയണം. അല്ലാതെ അതിന് സമയം തന്നില്ലെങ്കിൽ പിന്നെ ഈ സമയം എനിക്ക് തരണമെന്നില്ല. ഞാൻ ഈ ചർച്ചയുടെ അവസാനം വരെ ഇവിടെ ഇരുന്നു.
ഞാൻ മിണ്ടാതിരുന്നോളാം. എനിക്ക് ഉത്തരം പറയാനുള്ള വസന്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ ചർച്ച തുടങ്ങി ഇതുവരെയും നിങ്ങൾക്ക് സമയം തരാതിരുന്നില്ലല്ലോ, പിന്നെന്തിനാണ്? എന്നോട് യോജിക്കും. VPPക്കാണ് ഏറ്റവും കൂടുതൽ ടൈം കിട്ടിയത്. മൂന്നാമത്തെ ടൈമിൽ അങ്ങ് അദ്ദേഹത്തിലേക്ക് പോയി. അവിടെ നിൽക്കട്ടെ, അത് പോട്ടെ. ഞാൻ എന്റെ ഒരു കൊയർ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വയനാട്ടിലെ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. കോടി പിടിക്കാത്ത കാര്യം നിൽക്കും, അതവിടെ നിൽക്കട്ടെ. വയനാടിന് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണല്ലോ തമിഴ്നാടും കർണാടകയും രാജസ്ഥാനും ഒക്കെ. അവിടെ CPM മത്സരിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് രാജ്യത്തെ മുഖ്യമന്ത്രിയുടെ നിങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി പോരാളിയായ പിണറായി വിജയന്റെ ഫോട്ടോ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കാത്തത്? അതിന്റെ ഉത്തരം പറ. ഞങ്ങളേതായാലും രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഉപയോഗിക്കാതിരിക്കുന്നില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രം, ഞങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നില്ല. നിങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി പോരാളി ആരാണ്? പിണറായി വിജയനാണല്ലോ. VPP ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾ BJPയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വരും. അദ്ദേഹം പറഞ്ഞതിനെ സാരാംശം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥികൾക്ക്, രാജസ്ഥാനിൽ നിങ്ങൾ ഹൈക്കമാൻഡിനോട് വന്ന് കേണ് അപേക്ഷിച്ച് മേടിച്ച ഒരേ ഒരു സീറ്റിലെ സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പടം വെക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത്? അപ്പോ വളരെ കൃത്യമാണ്. രാജ്യത്ത് നിങ്ങൾ ആരുമല്ല 4-3-7 സീറ്റിൽ മത്സരിക്കുന്ന നിങ്ങൾ BJP എതിർക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടക്കളത്തിലെ തെവളകൾ പറയുന്നതിന് തുല്യമാണ്. അത് ആദ്യം മനസ്സിലാക്കൂ. ഈ രാജ്യത്ത് ഫൈറ്റ്, പ്രത്യേകിച്ച് കേരളത്തിൽ അടക്കമുള്ള ഫൈറ്റ്, രാജ്യം മുഴുവനുള്ള ഫൈറ്റ്. വസന്ത്, നമുക്ക് 2004 കഥ തൊട്ട് ഇങ്ങോട്ട് അറിയാവുന്നതാണ്. എന്താണ് CPM ഉൾപ്പെടെയുള്ള ഇടത് കക്ഷികൾ എവിടെയാണ്, എന്ത് പ്രാധാന്യമാണ് രാജ്യത്ത് നിർവഹിച്ചിട്ടുള്ളത്? സർക്കാരുകൾ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇതര സർക്കാരുകളെ പോലും BJP വിരുദ്ധ സർക്കാരുകളെ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇടതുപക്ഷം വഹിച്ചിട്ടുള്ള പങ്കുകൾ എന്താണ്? 90കളിൽ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ പങ്കൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനിങ് വേളയിൽ നടക്കുന്ന ചാനൽ ചർച്ചകളിൽ റോഡിൻ്റെ ഇരുഭാഗത്തു നിന്ന് തർക്കിക്കുന്ന സമയങ്ങളിൽ വോട്ടർമാർ കേൾക്കെ പറയുന്ന തർക്കങ്ങളിലൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്താമെന്നുള്ളതല്ലാതെ ഇന്നത്തെ ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് വസ്തുതാപരമല്ല എന്ന് പറയേണ്ടി വരും. വസന്ത്, നമുക്ക് വേണ്ടത് അതല്ല. നിങ്ങൾ യാഥാർത്ഥ്യത്തോടു കൂടി പറയണം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് കോടി പിടിക്കാൻ പറ്റാതെ പോയത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അത് മാറി നിൽക്കട്ടെ, അത് പറയേണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത്. ഡോക്ടർ ലാൽ അങ്ങ് 90ലെ കഥ പറഞ്ഞു. ഞാൻ 70ലെ കഥയാണ് പറഞ്ഞത്. 70ൽ ജനസംഘത്തിനൊപ്പം ചേർന്നവരാണ്. അപ്പൊ 90ലെ കഥ അവിടെ നിൽക്കട്ടെ എന്ന് പറയേണ്ടി വരും. ഞങ്ങൾ വളരെ കൃത്യമാണ്. ഞങ്ങൾ ഈ സംസ്ഥാനത്ത് പറഞ്ഞ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഞങ്ങൾക്ക് അനുകൂലമായ വോട്ടായി മാറും. അത് ജൂൺ 4-ാം തീയതി പെട്ടു തുറക്കുമ്പോ കണ്ടോ, 20 സീറ്റുകളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ, UDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും. അല്ല, അതിന്റെ യുക്തിയാണ് നമുക്കിപ്പോൾ ഈ ചർച്ചയിൽ അറിയേണ്ടത്. ഇതിങ്ങനെ പറയാൻ നമുക്ക് സാധിക്കും, പക്ഷേ അതിന്റെ യുക്തിയാണ്, അതിന്റെ തെളിവ് എന്താണെന്നാണ് അറിയേണ്ടത്. വസന്ത്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോഴെങ്കിലും ഈ കാര്യത്തിൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ എന്താണ് ശരിക്കും ജനവിധി, എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയുള്ള ഒരു പുനർവിചിന്തനം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോ UDFോ എടുക്കേണ്ടി വരുമെന്ന് ഒരു തുറന്നൊരു ചിന്തയിലേക്ക് പോകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. ഞങ്ങൾ 20 സീറ്റുകളിലും ജയിച്ചു കഴിയുമ്പോൾ ആ പുനർവിചിന്തനം നടത്താൻ പോകുന്ന LDF ആണ്. അതിന് തൊട്ട് മുമ്പ് ജൂൺ 4-ന് മുമ്പ് EP ജയരാജൻ NDA കൺവീനർ ആവാതെ നിങ്ങൾ സൂക്ഷിച്ചാൽ നന്നാവും. ദാറ്റ്സ് ഓൾ. അല്ല, അവരൊറ്റ കാര്യം മാത്രമല്ല ഞാൻ ചോദിച്ചത്. താങ്കൾക്ക് കിട്ടിയ 2 മിനിറ്റിൽ താങ്കൾ അത് ഒന്നുമില്ല എന്ന് പറഞ്ഞു പോകുന്നത് ഒരു കാര്യം. അപ്പോൾ അവിടെയാണ് എനിക്ക് ഈ കൊടിയുടെ കാര്യം ഞാൻ ചോദിക്കേണ്ടി വരുന്നത്. കൊടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാനില്ല. ഇനി അതൊരു പ്രശ്നമേ അല്ല. അല്ലല്ല, എനിക്കാണ് 2 മിനിറ്റ്. ഞാൻ കേട്ടത് ചർച്ചയ്ക്ക് മുഴുവൻ ഇനി 2 മിനിറ്റ് എന്നുള്ളത്. അങ്ങനെയാണ് തീർച്ചയായും പറയല്ലോ. EP ജയരാജൻ അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം നേരത്തെ VPP പറഞ്ഞല്ലോ, പിണറായി വിജയൻ പറഞ്ഞു ഒരു സീറ്റിൽ ഞങ്ങൾക്ക് മത്സരമില്ല. എന്തുകൊണ്ടാണ് EP ജയരാജൻ കേരളത്തിൽ വിവിധ സീറ്റുകളിൽ CPM BJPയുമായി മത്സരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ, മാത്രമല്ല BJPക്ക് ജയിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അന്നേ അതിനെ ഖണ്ഡിക്കാതിരിക്കുകയും ഇപ്പോൾ അത് കൈവിട്ടുപോയി എന്ന് തോന്നിയപ്പോ ഇലക്ഷന്റെ 14ാമത്തെ മണിക്കൂറിൽ അതിനെ ഖണ്ഡിക്കാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുകയാണ്. EP അത് പറഞ്ഞപ്പോഴേ അങ്ങനെയല്ല, കേരളത്തിൽ 20 സീറ്റുകളിലും ഞങ്ങൾ മത്സരിക്കുന്നത്, കോൺഗ്രസ് മത്സരിക്കുന്നത് CPMുമായിട്ടാണ് എന്ന് തുറന്നു പറഞ്ഞാലാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അടക്കമുള്ളവർ. ഞാൻ ഇപ്പോഴും വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിൽ ഒരു സീറ്റിലും ഞങ്ങൾ BJPയുമായി മത്സരിച്ചിട്ടില്ല. ഞങ്ങൾ മത്സരിച്ച CPMുമായാണ്. അവിടെ പ്രതിഫലിച്ചിരിക്കുന്നത് CPMന്റെ ഗവൺമെന്റിനെതിരായ ആന്റി ഇൻകംബൻസി ഉണ്ട് എന്നതിൽ സംശയം വേണ്ട. 2 രൂപ അധിക സെസ് അടക്കമുള്ള വിവിധ വിഷയങ്ങളുണ്ട്. അവസാന നിമിഷമാണല്ലോ, പറയാൻ സമയമില്ല. പക്ഷേ
അതിനോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നാൽ മാത്രമേ അതിന് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായി BJPക്കെതിരായി എന്ത് കാര്യമാണ് ഇവിടെ ജനങ്ങളോട് പറഞ്ഞത്? കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു യുദ്ധമാണല്ലോ നടക്കുന്നത്. അവിടെ നിങ്ങൾ എന്താണ് പറഞ്ഞത്? അതാണ് ഞാൻ നേരത്തെയും ചോദിച്ചത്. ആ സ്ട്രാറ്റജി എന്തായിരുന്നു? അല്ല, കേന്ദ്രത്തിനെതിരായി എത്രയോ വിവിധ വിഷയങ്ങൾ എത്രയോ തവണ ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ ഈ സംസ്ഥാനത്ത് വന്ന് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കാത്തത് എന്തെന്നാണ് ചോദിച്ചത്. എന്താണ് പിണറായിയെ ജയിലിൽ അടയ്ക്കാത്തത് എന്തെന്നാണ് രാഹുൽ ചോദിച്ചത്. അല്ലല്ല, അതും ചോദ്യമായി വരും. ഞങ്ങളുടെ പ്രകടന ഞങ്ങളുടെ ഇലക്ഷൻ നോട്ടീസുകളിൽ തന്നെ ഞങ്ങൾ പറയുന്നത് CPM-ഉം BJP-യും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളല്ല, ഒരേ വശങ്ങളാണ് എന്നുള്ളതാണ്. അത് തുറന്നു പറയാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അത് ചോദ്യം ചെയ്യണ്ടേ? ലൈഫ് മിഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ പ്ലേസ് ഓഫ് ഒക്കറൻസിൽ എന്തുകൊണ്ടാണ് അന്വേഷണ ഏജൻസി? ശരി. അപ്പൊ അത് വീണ്ടും പറയേണ്ടി വരുന്നതാണ്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, അപ്പോ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കേരള വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ പോലും ഞങ്ങൾ മനസ്സറിഞ്ഞ് കേരളത്തെ സഹായിക്കുകയായിരുന്നു എന്ന് അങ്ങേക്ക് ഈ ചർച്ചയിൽ പോലും പറയേണ്ടി വന്ന കാര്യങ്ങളാണ്. കേരളത്തോട് നിങ്ങളുടെ പരമ്പരാഗത രീതിയിൽ പെരുമാറിയാൽ സാധിക്കില്ല, വർഗീയത ഇവിടെ ചെലവാകില്ല, നിങ്ങളുടെ സർക്കാർ കേന്ദ്രത്തിൽ പാസ്സാക്കുന്ന നിയമങ്ങളൊന്നും ഇവിടുത്തെ ആളുകൾ അംഗീകരിക്കില്ല, ഇതൊക്കെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോട് നിങ്ങൾ പല രീതിയിലൂടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇനിയും തുടരേണ്ടി വരും എന്നൊക്കെ നിങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ടോ? ഡോക്ടർ ലാൽ, കഴിഞ്ഞ കുറേ കാലങ്ങളായി തെരഞ്ഞെടുപ്പുകളിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ വേദികളിൽ അവസരം കിട്ടുമ്പോഴൊക്കെ ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും നേതാക്കന്മാർ നിരന്തരമായി BJPക്കെതിരായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാസ്തവ വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെല്ലാം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തള്ളിക്കളയാണ്. അത് കേരളത്തെ സഹായിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിലാണെങ്കിലും മറ്റ് പല വിഷയങ്ങളും ഉയർത്തിക്കൊണ്ട് BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറയുന്ന കാര്യങ്ങളാണെങ്കിലും, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് BJPക്കെതിരെ രണ്ടു കൂട്ടരും ഉയർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും അതെല്ലാം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ BJPക്കെതിരായി നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം, പക്ഷേ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരായി BJP എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ 86 തവണ ഭരണഘടന ഭേദഗതി ചെയ്ത കോൺഗ്രസിനെ നോക്കിക്കൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്. അതേ കോൺഗ്രസ്സുകാരനത് പറയുന്നു എന്നുള്ള ധാരണ വേണ്ടേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച 19 മാസക്കാലം രാജ്യത്തെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തിയ ആളുകളാണെന്ന് പറയുന്നുള്ള ധാരണ. ഇതൊക്കെ ജനങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങളല്ലേ? അവരെന്തെങ്കിലും മറന്നു പോകാൻ വേണ്ടി പോകുന്നുണ്ടോ? അപ്പൊ കേരളത്തിൽ യാഥാർത്ഥ്യത്തോട് കൂടിയിട്ടുള്ള ഒരു രാഷ്ട്രീയം പറയുന്ന കാര്യത്തിൽ രണ്ട് മുന്നണികളും BJPക്കെതിരായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇനി അങ്ങനെയുള്ള പേപ്പടാച്ചികളോ അങ്ങനെയുള്ള ധാരണകളോ ഒന്നും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വിലപ്പോഴാകാൻ വേണ്ടി പോകുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ UDF ഞാൻ അവസാനിപ്പിക്കുകയാണ്. UDF എന്നുള്ളത് ഇനി ഒരു സാധാരണ 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നമെല്ലാം ഇനി ഉറക്കത്തിൽ കാണാമെന്നുള്ളതല്ലാതെ ഒരു കാര്യവും UDF-നെ സംബന്ധിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷം എന്നുള്ള നിലക്ക് ഇനിയില്ല. മറ്റൊന്ന് LDF-നെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ നിലപാടുകൾ ഇനി ഉറപ്പിച്ചു നിർത്താൻ കഴിയുമോ എന്നുള്ളത് ശരി. അപ്പൊ ജൂൺ 4 കഴിഞ്ഞാൽ ഇനി BJP മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് കേരളത്തിൽ. ശരി, വരാം. അവസാനമായി ഡോക്ടർ VPP മുസ്തഫ, ജൂൺ 4 കഴിഞ്ഞുള്ള സ്ഥിതി എന്താണെന്ന് പ്രവചിക്കാൻ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോ അല്ല, ജൂൺ 4 കഴിഞ്ഞാൽ ഒന്ന് ആസാമിന്റെ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ, അയാൾ പഴയ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. 2015 മറ്റാണ് അദ്ദേഹം BJPയിലേക്ക് പോയതല്ലേ. ഇന്നിപ്പോ അവിടുത്തെ BJPയുടെ വലിയ സ്റ്റാൾവാർട്ടാണ്. അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ട് എന്നൊരു അക്ഷരം BJP പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ ഏത് പാർട്ടി ബാക്കിയുണ്ടാവും? കോൺഗ്രസിൽ നിന്ന് പ്രത്യേക പാർട്ടി ഉണ്ടാക്കി BJPയുടെ കൂടെ പോകുക എന്നൊക്കെ ഉള്ളത് അവരാലോചിക്കട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ദേശീയ തലത്തിൽ തിരിച്ചടി നേരിടുന്നതോടുകൂടി ആസാം മുഖ്യമന്ത്രിയുടെ പ്രവചനത്തിന് വലിയ സാധ്യത കാണുന്നില്ല. പിന്നെ കോൺഗ്രസ് മുന്നിൽ കാണേണ്ടത് എന്താ? KPCCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹത്തെ ഒന്ന് കോൺഗ്രസിൽ തന്നെ നിലനിർത്താൻ, സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടാവില്ല. അദ്ദേഹം മാത്രമല്ല, ഇപ്പൊ കോൺഗ്രസിന് വേണ്ടി UDF-ന് വേണ്ടി മത്സരിച്ച പലരും ഈ ജൂൺ 4 കഴിഞ്ഞാൽ കോൺഗ്രസിൽ തന്നെ നിൽക്കും, UDF-ൽ തന്നെ ഉണ്ടാകുമെന്ന് നോക്കും. 4 പേര് ഇത്തവണത്തെ NDA സ്ഥാനാർത്ഥി നിങ്ങളുടെ പഴയ സ്ഥാനാർത്ഥികളാണ്. UDF-ന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പഴയ നേതാക്കൾ സ്ഥാനാർത്ഥികളുമാണ് ഇത്തവണ NDAയുടെ 4 സ്ഥാനാർത്ഥികളായി കേരളത്തിൽ പോലും വന്നിരിക്കുന്നത് എന്ന് കാണുക. അതുകൊണ്ട് ഒരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. നല്ല ജനപിന്തുണയോടുകൂടി ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോവുക ഇടതുപക്ഷം തന്നെയായിരിക്കും. ഇടതുപക്ഷത്തെ കുറിച്ച് അക്കാര്യത്തിൽ ജനത്തിന് ഉറച്ച വിശ്വാസമുണ്ട്. ആ ക്രെഡിബിലിറ്റിയോടുകൂടി തന്നെ ഇടതുപക്ഷം നിലനിൽക്കുകയും ചെയ്യും. ഈ ബാക്കിയുള്ള കാലം
കേരള സംസ്ഥാനത്തിന്റെ ഭരണം ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ശരി, അപ്പോ എന്തായാലും ശരി. ഇപ്പോൾ കൂടി പറയൂ. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി വ്യക്തമാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു ഈ ഇടതുപക്ഷം എവിടെ ഇല്ല എന്നൊക്കെയുള്ള പ്രയോഗം നടത്തി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ജൂൺ 4 കഴിഞ്ഞിട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡൽഹിയിൽ AK ജി ഭവനിലേക്ക് വരാൻ ഇടയാക്കരുത്. 2004 അന്നത്തെ CPM-ന്റെ ജനറൽ സെക്രട്ടറി സുജിത്തുമായിട്ട് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും വന്ന് ചർച്ച നടത്തി കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് AICC ഓഫീസിലേക്ക് പോയതല്ല, ഇങ്ങോട്ട് CPM ഓഫീസിലേക്ക് പോയതാ. അങ്ങനെയാണ് ഒന്നാം തീർച്ചയായും അക്കാര്യത്തിൽ വസന്ത് ഇന്ന് എന്ത് പറഞ്ഞാലും ശരി, നാളെ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒക്കെ എന്താണ് പറയുന്നത് എന്ന് കൂടി കേട്ടിട്ട് നമുക്ക് അന്തിമമായി തീരുമാനിക്കാം. വസന്ത്, അക്കാര്യത്തിൽ ഒരു നിർബന്ധം പിടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മതി എന്നാണ് എൻ്റെയും ഒരു ഉപദേശം. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ചർച്ച കഴിയുമ്പോഴും 71% പോളിംഗ് ശതമാനം അന്തിമമായി വന്നിട്ടില്ല. അവസാന കണക്കുകൾ വരുമ്പോഴും എവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 2019 അപേക്ഷിച്ച് അപ്പോഴും 5-6% കുറവാണ് ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. അത് എന്തായാലും തെരഞ്ഞെടുപ്പ് ശാസ്ത്രമനുസരിച്ച് ഒരു വലിയ അട്ടിമറിയിലേക്ക് 2019 നിന്ന് കേരളം പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ VPP മുസ്തഫ, വസന്ത് സിറിയക്ക്, ഒപ്പം അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.